ജ്യോതിശാസ്ത്രപരമായ നമ്മളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി എത്തിയിരിക്കുന്നത് പ്രമുഖ ജ്യോതിശാസ്ത്ര പണ്ഡിതനും ഗവേഷകനുമായ ശ്രീ അമരവിള പുരുഷോത്തമനാശാനാണ്. അദ്ദേഹത്തിന് നമുക്ക് സ്വാഗതം അറിയാം. നമസ്കാരം. നമസ്കാരം സർ, ഇപ്പോൾ ജനറലി ഇതിൽ അസ്ട്രോളജി, അസ്ട്രോണമി എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളുണ്ടല്ലോ. അതെ അതെ. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊന്ന് വിശദീകരിക്കാം. ജ്യോതിഷത്തിൽ ഗണിതം, ഹോര, സംഹിത ഇങ്ങനെ 3 സ്കന്ധങ്ങളുണ്ട്. സ്കന്ധങ്ങൾ പറഞ്ഞാൽ നമ്മുടെ വോളിയം എന്നൊക്കെ പറയൂലേ, 3 വിഭാഗങ്ങളാണ്. അതിൽ ഗണിതം എന്ന് പറയുന്നതിനകത്താണ് ശരിക്കും ഗണിതത്തിൻ്റെ ഒരു വികസിത രൂപമാണ് അസ്ട്രോണമി എന്ന് പറയുന്നത്. അസ്ട്രോളജി എന്ന് പറയുന്നത് അതായത് അസ്ട്രോളജി എന്ന് പറയുന്നത് അതായത് ശരിക്കും പറഞ്ഞാൽ കാൽക്കുലേഷൻസ് ആൻഡ് പ്രഡിക്ഷൻസ്. കാൽക്കുലേഷൻ ഗണിതം, പ്രഡിക്ഷൻസ് എന്ന് പറയുന്നത് ഫലപ്രവചനം. അപ്പം കാൽക്കുലേഷൻസ് എന്ന് പറയുന്ന മേഖലയാണ് ശരിക്കും അസ്ട്രോണമി എന്ന് പറയുന്നത്. പിന്നെ പ്രഡിക്ഷൻ എന്ന് പറയുന്ന ഭാഗമാണ് ശരിക്കും അസ്ട്രോളജി എന്ന് പറയുന്നത്. അസ്ട്രോണമിയെ ഒരു സയൻസായിട്ട് നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, സമ്മതിക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് അസ്ട്രോളജി അങ്ങനെ സമ്മതിച്ചുകൂടാന്നാണ് എൻ്റെ ചോദ്യം. സർ, അസ്ട്രോണമി യന്ത്ര സംവിധാനങ്ങളുടെ സഹായത്തോടെ നമുക്ക് നിർവചിക്കാനാവുമല്ലോ. അതെ. എന്നാൽ അസ്ട്രോളജി അങ്ങനെയല്ല. സാർ ഇപ്പോൾ പറഞ്ഞത് അതെ അതെ അതെ. അതിനെപ്പറ്റി എത്രമാത്രം അതിൻ്റെ വിശ്വാസ്യത അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അതിനെ കൃത്യമായുള്ള രീതിയിൽ പ്രവചിക്കാനാവും എന്നുള്ളതിനെ പറ്റി ഒന്ന്. നമ്മുടെ തലച്ചോർ, ബ്രെയിൻ എന്ന് പറയുന്നത് നമുക്കൊരു CT സ്കാനറിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ തലച്ചോറിൻ്റെ ഘടന എന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. എന്നാൽ തലച്ചോറിലുണ്ടാകുന്ന ചിന്തകൾ എന്ന് പറയുന്ന കാര്യം, ആ ചിന്തകളെ ഇപ്പോൾ നമുക്കൊരു യന്ത്ര സംവിധാനത്തിൻ്റെ സഹായത്തോടുകൂടി കണ്ടെത്താൻ കഴിയുന്നില്ല. എന്ന് വെച്ചിട്ട് ചിന്തകൾ എന്നൊരു സംഗതി ഇല്ല, അത് വെറുതെ ഒരു സങ്കല്പം മാത്രമാണ് എന്ന് പറയാൻ പറ്റുമോ? അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പം ശരിക്കും ആലോചിക്കൂ, നമുക്ക് ഈ അത്യാധുനികമായ യന്ത്ര സംവിധാനങ്ങളൊക്കെ ഇന്ന് വളരെ അടുത്ത സമീപകാലത്തൊക്കെയല്ലേ കണ്ടുപിടിക്കപ്പെട്ടത്. ഇതൊക്കെ കണ്ടുപിടിക്കപ്പെടുന്നതിന് എത്രയോ മുമ്പ് തന്നെ, എത്രയോ പരസഹസ്രം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ ജ്യോതിഷം കണ്ടുപിടിക്കപ്പെട്ടതാണ്. അങ്ങനെ വളർന്ന് വികസിച്ച് ഇന്നത്തെ ഫോമിലെത്തിയിരിക്കുന്നതാണ് ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത്. അന്ന് യാതൊരു യന്ത്ര സംവിധാനങ്ങളില്ലായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി സ്ഥാപിക്കാൻ കഴിയുന്നത് മാത്രമേ സത്യമുള്ളൂ എന്ന് കരുതുന്നതിൽ അർത്ഥമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. സാർ, ഇപ്പോൾ തന്നെ അസ്ട്രോണമിയെക്കുറിച്ചും അസ്ട്രോളജിയെക്കുറിച്ചുമുള്ള വ്യത്യാസങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു തന്നല്ലോ. അത് ഒന്നും കൂടെ വളരെ ഒരു ഇത്തിരി ഒന്ന് ഡെവലപ്പ് ചെയ്തൊന്ന് വിശദമായി ഒന്ന് പറഞ്ഞുതരാം. ജ്യോതിഷത്തിലെ ഗണിത ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കിപ്പം ISRO ഒക്കെ ഇരിക്കുന്നില്ലേ, ISROയിലൊക്കെ അപ്പം ആസ്ട്രോണമേഴ്സാണ്. അവരിപ്പം ISROയിലെ ശാസ്ത്രജ്ഞന്മാരോട് ചോദിച്ചതിനറിയാം, അവർ നമ്മുടെ ഗ്രഹങ്ങളുടെ സഞ്ചാരകാലങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് അവർ കണ്ടുപിടിക്കുകയും അതിൻ്റെ ഗതിവിഗതികളെയൊക്കെ ശരിക്കും കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ആ ഗണിത ഭാഗം, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, അതാണ് അസ്ട്രോണമി എന്ന് പറയുന്നത്. അപ്പം ഈ ഗ്രഹങ്ങളിൽ നിന്ന് വരുന്നതായ സ്വാധീനങ്ങൾ, ഇപ്പം നമുക്ക് ഒരു കുട്ടി ഒരു പ്രത്യേക നിമിഷത്തിൽ ഇപ്പം ഭൂമിയിൽ ജാതനാകുന്ന സമയം, കിഴക്കേ ചക്രവാളത്തിൽ ഒരു പ്രത്യേക സമയത്ത് ഭൂമിയുടെ ഒരു ഭാഗം ഉദയം ചെയ്തിരിക്കുന്ന സമയത്ത് ജനിക്കുന്നൊരു കുട്ടി, ആ കുട്ടിയിലേക്ക് ഗ്രഹങ്ങളിൽ നിന്നും വരുന്നതായ പ്രകാശകിരണങ്ങൾ അയാൾ ചെലുത്തുന്ന സ്വാധീനം, അതൊരു കുട്ടിയിൽ മാത്രമല്ല ഭൂമിയിലുണ്ടാകുന്ന സർവ്വചരാചരങ്ങളിലും ഈ ഗ്രഹങ്ങളിൽ നിന്നും വരുന്നതായ സ്വാധീനങ്ങൾ, കിരണങ്ങൾ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ് ജ്യോതിഷത്തിൻ്റെ ഫലഭാഗത്തിൽ വരുന്നതായ കാര്യം. അതൊരു വിശ്വാസം മാത്രമല്ല, നമുക്കത് അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം നമ്മളൊക്കെ ജ്യോതിഷം കൈകാര്യം എത്രയോ കാലങ്ങളായി നമ്മൾ കൈകാര്യം ചെയ്ത് വരുന്നതാണ്. ഇതൊരു തെറ്റായ വിശ്വാസം മാത്രമാണെങ്കിൽ അപ്പം നിങ്ങളാരെങ്കിലുമൊക്കെ അത്രയ്ക്ക് മോശക്കാരാണോ? വെറുതെ ഒരാൾക്ക് കൂടുതൽ കാശും കൊടുത്ത് നമ്മുടെ സമയം കളഞ്ഞ് അങ്ങനെ പോകാൻ ആരും തയ്യാറാകില്ലല്ലോ. അപ്പോൾ അതിനകത്തൊരു ശാസ്ത്രീയമായ അടിത്തറയുണ്ട്. ഇപ്പം ഉദാഹരണമായിട്ട് നമ്മുടെ മനഃശാസ്ത്രം എന്ന് പറയുന്നത്, ഇപ്പം മനസ്സ് എവിടെ ഇരിക്കുന്നു എന്ന് പോലും നമുക്കറിയില്ല. പക്ഷേ മനഃശാസ്ത്രം എന്നൊരു വിഭാഗമുണ്ട്. മനസ്സിനെ കണ്ടുപിടിക്കാൻ, മനസ്സ് എവിടെ ഇരിക്കുന്നു കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്ന് വെച്ചിട്ട് മനഃശാസ്ത്രം എന്നൊരു ശാസ്ത്രം ആവശ്യമില്ല നമ്മൾ പറയുന്നൊന്നുമില്ല. എന്ന് പറയുന്ന പോലെ അതിൻ്റെ ഒരു ഗ്രഹങ്ങളുടെ ഇൻഫ്ലുവൻസ്, ഒരു മനുഷ്യനുണ്ടാകുന്ന സ്വാധീനം, നമ്മുടെ ചിന്തകളെ, നമ്മുടെ വികാരങ്ങളെ ഒക്കെ എന്തും വേണ്ട അത് സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ശരിക്കും പറഞ്ഞാൽ പിന്നെ അസ്ട്രോളജി എന്ന് പറയുന്നത് ആ വിഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ട് ഡിഫൈൻ ചെയ്യപ്പെടുന്നതാണ് എന്നുള്ളതാണ്. ഈ രാഹുകേതുക്കൾ ഉണ്ടെങ്കിൽ എന്താണ് അവ? രാഹുകേതുക്കൾ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഉണ്ട്, അത് എന്താണ്? രാഹുകേതുക്കളെ ഇപ്പോൾ ജ്യോതിഷത്തിൽ ഇപ്പം നവഗ്രഹങ്ങൾ എന്ന് പറയുന്നില്ലേ, നവഗ്രഹങ്ങൾ എന്ന് പറയുമ്പം ഇപ്പം സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴൻ, ശുക്രൻ, ശനി കഴിഞ്ഞിട്ട് രാഹുകേതുക്കൾ.
അപ്പോൾ നമുക്ക് സൂര്യനെ കാണാം, ചന്ദ്രനെ കാണാം, ചൊവ്വയെ കാണാം, ബുധനെ കാണാം, വ്യാഴനെ കാണാം, ശുക്രനെ കാണാം, ശനിയെ കാണാം. രാഹുകേതുക്കളെ കാണാനില്ല എന്നുള്ളതാണ്. അപ്പോൾ സാധാരണ യുക്തിവാദികളൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, രാഹുകേതുക്കളെ കാണിച്ചു തരിക, രാഹുകേതുക്കളിൽ അതിൻ്റെ ജ്യോതിഷം കള്ളമാണ് എന്നാണ് പറയപ്പെടുന്നത്. ജ്യോതിഷം ശരിക്കും അതിനകത്ത് പറഞ്ഞിട്ട് രാഹുകേതുക്കൾ തമോഗ്രഹങ്ങൾ എന്നാണ് ജ്യോതിഷത്തിൽ പറയപ്പെടുന്നത്. തമോഗ്രഹങ്ങൾ ഇൻവിസിബിൾ പ്ലാനറ്റ്, നമുക്ക് കാണാൻ പറ്റാത്ത ഗ്രഹങ്ങൾ, അദൃശ്യഗ്രഹങ്ങൾ എന്നാണ് രാഹുകേതുക്കൾ പറയപ്പെടുന്നത്. അദൃശ്യഗ്രഹങ്ങളിൽ ദൃശ്യമല്ലാത്തത് എന്നാണ് എൻ്റെ അർത്ഥം. ദൃശ്യമല്ലാത്ത ഗ്രഹങ്ങൾ എന്ന് സാർ പറഞ്ഞു. ഈ ദൃശ്യമല്ലാത്ത ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഗ്രഹം എന്ന് പറയുമ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ച് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ചില ബുദ്ധിമുട്ടുകളുണ്ട്. വിശ്വസിക്കുന്നവരുണ്ട്, വിശ്വസിക്കാത്തവരുണ്ട്. എന്നാൽ ഈ ദൃശ്യമല്ലാത്ത, അതായത് അദൃശ്യ ഗ്രഹങ്ങൾ എന്നുള്ള സങ്കല്പത്തിനെ പറ്റി ശരിയായിരിക്കാം, തെറ്റായിരിക്കാം, അതിനെപ്പറ്റി സാറിൻ്റെ അഭിപ്രായം? നമ്മുടെ ജ്യോതിഷമൊക്കെ സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നത് നാം കാണുന്ന സൂര്യനെ ചുറ്റും സഞ്ചരിക്കുന്നതായ ഗ്രഹങ്ങൾ, കുറേ ഗ്രഹങ്ങളുണ്ട്. നമുക്കിപ്പം വളരെ അടുത്തറിയാവുന്ന ഗ്രഹങ്ങളെയാണ് നമ്മളിപ്പോൾ ഈ നവഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സൂര്യനെ ജ്യോതിഷത്തിൽ ഒരു ഗ്രഹമായിട്ട് സങ്കല്പിച്ചിരിക്കുന്നു. ആക്ച്വലി സൂര്യൻ നമ്മൾ ഗ്രഹത്തിലേക്ക് ചാർട്ട് എഴുതുമ്പം ആ സൂര്യൻ എന്ന് പറയുന്നതിൻ്റെ ആ സ്ഥാനം ശരിക്കും പറഞ്ഞാൽ ഭൂമിയുടേതാണ്. മനസ്സിലായല്ലോ? ഭൂമി എന്നൊരു നമുക്കറിയാം, സൂര്യന് ചുറ്റും ഭൂമി സഞ്ചരിക്കുന്നുണ്ട്. എന്നാൽ ജ്യോതിഷത്തിൽ നമ്മൾ ഗ്രഹനിലയ്ക്കകത്ത് നോക്കുമ്പോൾ ഒരിടത്തും ഭൂമി എന്ന ഗ്രഹത്തിനെ കാണുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് നോക്കുന്ന നമുക്ക് സൂര്യൻ നമ്മുടെ ചുറ്റും സഞ്ചരിക്കുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യപ്പെടുന്നത്. ആക്ച്വലി ഇത് സഞ്ചരിക്കുന്ന വാസ്തവത്തിൽ ഭൂമിയാണ്. അപ്പോൾ നമുക്ക് അവിടെ ഭൂമി എന്ന് വേണമെങ്കിൽ എഴുതാം. പക്ഷേ ആചരണത് സൂര്യൻ അങ്ങനെ നമുക്കങ്ങനെ അങ്ങനെ കാണപ്പെടുന്നത് അങ്ങനെയാണ് എന്നുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ സൂര്യനെ ചുറ്റി കാണുന്ന ഈ സൂര്യനെന്ന് പറയുന്ന ഒരു നക്ഷത്രത്തിന് ചുറ്റി സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളെക്കുറിച്ച് മാത്രമേ നമുക്കറിയാൻ കഴിയുന്നുള്ളൂ. എത്ര 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 സൂര്യന്മാർ ഈ പ്രപഞ്ചത്തിനകത്തുണ്ട്. ശരിക്കും നമ്മുടെ ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഒരു നക്ഷത്രത്തിന് അല്ലെങ്കിൽ നമ്മുടെ സൂര്യനെ പോലെ ഒരു നക്ഷത്രത്തിന് ചുറ്റുന്ന ഈ ഇതേ കണക്കുള്ള ഗ്രഹങ്ങൾ ഉണ്ടായിക്കൂടെന്ന് നമുക്കറിയില്ല. അവിടെ എവിടെയെങ്കിലും ഭൂമിയെ പോലെ മനുഷ്യവാസയോഗ്യമായിട്ടുള്ള ഒരു സ്ഥാനമുണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയില്ല, അല്ലേ? അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നൊരർത്ഥം, നമ്മൾ കണ്ടുപിടിക്കപ്പെട്ടത് വളരെ കുറച്ച് മാത്രമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ കണ്ടുപിടിക്കപ്പെടാതെ കിടക്കുന്ന ഒത്തിരി 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 കാര്യങ്ങളാണ്. ഇപ്പം രണ്ട് ജ്യോതിഷത്തിൽ തന്നെ പറയുന്നുണ്ട്, നമ്മുടെ നമ്മുടെ ഭൂമി സഞ്ചരിക്കുന്ന ഒരു സൂര്യന് സഞ്ചരിക്കുന്നതായ ഒരു അതിൻ്റെ സഞ്ചാരപഥമുണ്ടല്ലോ. അപ്പോൾ അതൊരു നമുക്കൊരു ഓവൽ ഷേപ്പിലുള്ള വൃത്തമായിട്ട് നമുക്ക് ഇങ്ങനെ കരുതാം. അപ്പം ഈ ഭൂമിയെ ചുറ്റി ചന്ദ്രൻ സഞ്ചരിക്കുന്ന ഇങ്ങനൊരു വൃത്തമുണ്ട്, അല്ലേ? ഇങ്ങനെ ഭൂമിയെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്ന ഇങ്ങനെ ഒരു വൃത്തം, ദീർഘവൃത്താകുന്ന വൃത്തമുണ്ട്. അങ്ങനെ ഇരിക്കവേ എന്ത് ചെയ്യുന്നു, ഭൂമിയെ ചന്ദ്രൻ ചുറ്റുന്നൊരു വൃത്തമുണ്ട്, അല്ലേ? അപ്പോൾ ഈ ദീർഘവൃത്താകൃതിയിൽ ഈ ചന്ദ്രൻ സഞ്ചരിക്കുന്ന വൃത്തം രണ്ട് ഭാഗത്ത് കട്ട് ചെയ്യുന്നുണ്ട്, അല്ലേ? കട്ട് ചെയ്യുന്നില്ലേ? ഇത് വിഷുവത് വൃത്തം, ക്രാന്തി വൃത്തം, ഇങ്ങനെയാണ് ജ്യോതിഷത്തിൽ പറയപ്പെടുന്നത്. അതിന് ഇപ്പോൾ നമുക്ക് നാസ പോലും അതിപ്പം അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് സ്ഥാപിച്ചിരിക്കുന്നു. അപ്പം നാസ പറഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയുന്നൊരു അവസ്ഥാവിശേഷം ഇപ്പോൾ ഉണ്ട്. കാരണം പാശ്ചാത്യർ പറഞ്ഞതിനെ മാത്രം നമ്മൾ വിശ്വസിക്കുന്നു, ഭാരതീയമായി പറയുന്നതിന് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഇപ്പം ബ്ലാക്ക് ഹോൾസ് എന്നുള്ളതിനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ, അല്ലേ? നമ്മുടെ ഈ നക്ഷത്രങ്ങൾ, ഉദാഹരണം നമ്മുടെ സൂര്യൻ എന്നെങ്കിലും ഒരിക്കൽ കത്തിത്തീരും. ചിലപ്പം 500 കോടിയോ അല്ലെങ്കിൽ എത്രയെങ്കിലും കുറേ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഇത് കത്തിത്തീരും എന്ന് പറയപ്പെടുന്നു. അപ്പോൾ കത്തിത്തീരുന്ന നക്ഷത്രങ്ങളുടെ സ്ഥാനത്തുണ്ടാകുന്ന ഒരു ശൂന്യമായ സ്പേസ് ഉണ്ട്. ഇതിനെ ബ്ലാക്ക് ഹോൾസ് എന്നാണ് പറയപ്പെടുന്നത്. ദർ ഈസ് ഇൻക്രെഡിബിളി ഇമ്മൻസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇൻസൈഡ് എ ബ്ലാക്ക് ഹോൾ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത്രയേറെ ആ ഗ്രാവിറ്റി, ആ പുള്ളിങ് ഉള്ളതായ നമുക്ക് കാണാൻ പറ്റാത്തതായ സ്ഥലങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ സ്പേസ് ഈ അന്തരീക്ഷത്തിനകത്തുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് നഗ്നനേത്രങ്ങൾ കൊണ്ട് അങ്ങനെ ഒരു സാധനം കാണാൻ കഴിഞ്ഞിട്ടില്ലെന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു സാധനം ഇല്ലെന്നില്ല, അങ്ങനെ ഉണ്ടെന്ന് ധാരാളം ഉണ്ടെന്നാണ് ഇപ്പോൾ ആധുനികമായ സയൻസ് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുണ്ട്. അതുകൊണ്ട് തമോഗ്രഹങ്ങൾ, കാണാൻ പറ്റാത്ത ഗ്രഹങ്ങൾ ഇല്ല എന്ന് പറയാൻ തീർച്ചയായിട്ടും പറ്റത്തില്ല. അത് നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുപിടിച്ചാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കാളിദാസൻ്റെ മേഘസന്ദേശത്തിൽ എങ്ങനെയാണ് മേഘമുണ്ടാകുന്നത് എന്ന് അദ്ദേഹം നിർവചിച്ചിട്ടുണ്ട്. അതായത് ധൂമജ്യോതി സലിലമരിതാം സന്നിപാതക്വമേഘ എന്നാണ്. ധൂമം എന്തുവാണ്? പൊടി, അല്ലേ? ജ്യോതി പ്രകാശം, ധൂമജ്യോതി സലിലം വെള്ളം, മരുത് വായു. അപ്പം നമുക്ക് അറിയാം എങ്ങനെയാണ് നമുക്ക് സമുദ്രത്തിലെ ജലം ഇങ്ങനെ നീരാവിയായിട്ട് പൊങ്ങിയിട്ട് അന്തരീക്ഷത്തിൽ ചെയ്തിട്ട് മേഘപടലങ്ങളായി തീരുന്നത് എങ്ങനെയാണെന്ന് ഇന്നത്തെ ആധുനിക ശാസ്ത്രം നമുക്ക് ഒരു വിശദീകരണം തരുന്നുണ്ട്. ഈ ആധുനിക ശാസ്ത്രങ്ങൾ ഉണ്ടാകുന്നതിന് എത്രയോ മുമ്പാണ് കാളിദാസൻ പറഞ്ഞു വെച്ചത് ധൂമ ജ്യോതി
സലില മരുതാം സന്നിപാതക്കും ഒരു പ്രത്യേക പ്രപ്പോർഷനിൽ ചേരുമ്പോഴത്തേക്കും മേഘം ഉണ്ടാകും അല്ലേ? അതാണ് കാര്യം. അപ്പോൾ അതുപോലെ നമ്മുടെ പൂർവികന്മാരായിട്ടുള്ളവർ പറഞ്ഞു വെച്ചതിനൊക്കെ നമ്മുടെ ഭാരതീയമായിട്ടുള്ള എന്തിനെ നിഷേധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു നമ്മുടെ ഭാരതീയൻ്റെ ഒരു പ്രത്യേകത. നമ്മളതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് വന്നത് ഈ രാഹുകേതുക്കളുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും അത് ഉള്ളത് തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവയ്ക്ക് മനുഷ്യനിൽ ചെലുത്താൻ കഴിയുന്ന സ്വാധീനം അത് വളരെയേറെ ഉണ്ട്. അതുകൊണ്ട് രാഹുകേതുക്കളില്ലെന്ന് പറയാൻ തീർച്ചയായിട്ടും സാധിക്കത്തില്ല, ഉണ്ട് എന്ന് തന്നെയാണ് ജ്യോതിഷം വിശ്വസിക്കുന്നത്. സാർ അതുപോലെ തന്നെ ഇപ്പം ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ സമയം വർഷങ്ങൾ മാറുന്നു, മാറി മാറി വരുന്ന കാലഘട്ടങ്ങൾ അനുസരിച്ച് ഭൂമിയിൽ ഓരോ ഗ്രഹങ്ങളിലെ സ്വാധീനത്തിൽ വളരെ വ്യത്യസ്തമായ രീതിയിലാണല്ലോ ഓരോ ഗ്രഹങ്ങളിലെ സ്വാധീനം വരുന്നത്. ഇപ്പോൾ ചില പ്രത്യേക സമയങ്ങളിലെല്ലാം ചില കാലഘട്ടത്തിൽ ഒരു പ്രത്യേക ഗ്രഹത്തിൻ്റെ ശക്തിയായിരിക്കുമല്ലോ ഭൂമിയിലേക്ക് കൂടുതൽ വരുന്നത്, അങ്ങനെ പറയപ്പെടുന്നു. അപ്പം ഈ വ്യത്യാസം എങ്ങനെയാണ് മനുഷ്യരിലേക്കും ബാക്കിയുള്ള ജീവജാലങ്ങൾക്കും അറിയപ്പെടുന്നത്? അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ അനുഭവപ്പെടുന്നത്? എന്താണ് അതിൻ്റെ കാരണമെന്നൊന്ന്? അതായത് ഗ്രഹങ്ങളിൽ നിന്നുള്ള സ്വാധീനം ഭൂമിയിലെ സർവ്വചരാചരങ്ങളിലും ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ്. അതിന് ഏറ്റവും നമുക്ക് അടുത്ത ഉദാഹരണം തന്നെയാണ് ഭൂമിയിലുണ്ടാകുന്ന വേലിയേറ്റം വേലിയിറക്കമൊക്കെ. ചന്ദ്രൻ്റെ സ്വാധീനം കൊണ്ട് പൗർണമിയൊക്കെ വരുമ്പം ചന്ദ്രൻ്റെ ആ സ്വാധീനം കൊണ്ട് നമ്മുടെ ഭൂമിയിലെ ജലസാന്ദ്രത ഉയരുന്നില്ലേ അല്ലേ? അതുപോലെ അതായത് ഓരോ ഗ്രഹങ്ങളുടെയും സ്വാധീനം കൊണ്ട് ഭൂമിയിലുണ്ടാകപ്പെടുന്ന ചില മിനറൽസുകൾ ഉണ്ട്, മനസ്സിലായല്ലോ. അപ്പം ആ മിനറൽസ് ധാതുലവണങ്ങൾ എന്നൊക്കെ പറയുന്നത് അത് ഓരോ ഗ്രഹങ്ങളുടെയും സ്വാധീനം കൊണ്ട് ഭൂമിയിലുണ്ടാകുന്നതാണ്. അപ്പം നമുക്ക് തർക്കത്തിന് വേണ്ടി വേണമെങ്കിൽ തർക്കിക്കുക അങ്ങനെയൊന്നുമില്ല, തീർച്ചയായിട്ടും ഉണ്ടെന്നുള്ളതാണ്. അത്തരം ധാതുലവണങ്ങളെ സസ്യങ്ങൾ വലിച്ചെടുത്തിട്ട് അതിനെ നമുക്ക് ആഹാര പദാർത്ഥങ്ങളാക്കി നമുക്ക് തരുന്നുണ്ട്. അപ്പം അതിപ്പം ഏറ്റവും ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമുക്ക് സൂര്യനിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ളതാണ് വൈറ്റമിൻ എയും ഡിയും അല്ലേ? ഇപ്പം നമ്മൾ വെയിൽ കൊള്ളുന്നത് നല്ലതാണ്, പോക്ക് വെയിൽ കൊണ്ട് പൊന്നുപോലെ ആകും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അല്ലേ? അപ്പം വെയിൽ കൊള്ളുന്ന കുട്ടികളെയൊക്കെ നമ്മുടെ ജനിച്ചോറിനെ തന്നെ ചില രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി സൂര്യപ്രകാശം രാവിലെ കൊള്ളിക്കണമെന്നൊക്കെ ഡോക്ടർമാർ പറയാറുണ്ട്. ഞാൻ എൻ്റെ അനുഭവത്തിലുള്ളതാണ്. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിലും ഈ സൂര്യപ്രകാശം കാണിക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു കുട്ടിക്കാലത്ത്. മാത്രമല്ല ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞു തരാം, നമ്മുടെ മനുഷ്യന് ഇപ്പം മിക്കവാറും നമ്മുടെ സാധാരണ ആളുകളൊക്കെ തന്നെ ഇപ്പം വളരെ കൂലിപ്പണിയൊക്കെ ചെയ്യുന്ന ആളുകൾ പോയിട്ട് ബാക്കിയുള്ള എല്ലാ ആളുകളും തന്നെ ഇപ്പം AC റൂമിലായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഏതാണ്ട് സൂര്യപ്രകാശം കൊള്ളേണ്ടെന്ന് ആവശ്യം വരുന്നില്ല. സൂര്യാസ്തമയം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഓഫീസ് കഴിഞ്ഞൊക്കെ ഇറങ്ങുന്നത് എന്ന് പറയുന്ന അവസ്ഥ. അപ്പോൾ ഈ സൂര്യപ്രകാശത്തിൻ്റെ അഭാവം മൂലം നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് അപ്പോൾ സൂര്യനിൽ നിന്ന് വരുന്നതായ വൈറ്റമിൻസ് ആയിട്ടുള്ള എയും ഡിയും അത് ശരിക്കും നമുക്ക് നമ്മളിപ്പം ഒരു ഇംഗ്ലീഷ് മെഡിസിൻ നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്നു വയ്ക്കും, നമ്മുടെ സിറപ്പ് വാങ്ങും, ചില വേറെ എന്തെങ്കിലും ടോണിക്ക് വാങ്ങും, ചില വേറെ എന്തെങ്കിലും ഒരു മെഡിസിൻ വാങ്ങിച്ചു, ഒരു ടാബ്ലറ്റ് വാങ്ങിച്ചു. അതിൻ്റെ കവറിൻ്റെ പുറത്ത് അതിനകത്തുള്ള കണ്ടൻസൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ളത് അതിനകത്ത് ഉൾക്കൊള്ളിച്ച് വൈറ്റമിൻ എയും ഡിയും കിട്ടാൻ വേണ്ടി ഇന്ന കെമിക്കൽസൊക്കെ അതിനകത്ത് ചേർത്തിട്ടുണ്ട് നമ്മൾ വായിക്കാറുണ്ട്. നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്ന് നേരിട്ടാണ് വൈറ്റമിൻ എയും ഡിയും കിട്ടുന്നതെന്ന് വെച്ചിട്ട് ആ എയും സൂര്യപ്രകാശം ഇതിനകത്ത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നല്ലല്ലോ അർത്ഥം. അപ്പോൾ ഡയറക്റ്റായിട്ട് കിട്ടാത്തത് ഇൻഡയറക്റ്റായിട്ട് ഭൂമിയിലെ ധാതുലവണങ്ങളിൽ നിന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു അല്ലേ? അപ്പോൾ ആ സാധനം ഭൂമിയിൽ ഉണ്ടാകുന്നുണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം അല്ലേ? ഉദാഹരണമായിട്ട് അയഡിൻ, മാഗ്നീഷ്യം തുടങ്ങിയുള്ളതായ ലോഹങ്ങൾ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അത് ഒരു പ്രമാണം തന്നെ ഇങ്ങനെയുണ്ട്. അതായത് നമ്മുടെ സൂര്യൻ്റെ കാരകത്വം എന്ന് പറഞ്ഞാൽ സൂര്യനെ കൊണ്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കണം, ജ്യോതിഷത്തിന് ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളെ കൊണ്ട് എന്തൊക്കെയാണ് ചിന്തിക്കേണ്ടതെന്ന്. അപ്പോൾ സൂര്യൻ്റെ കാരകത്വം ചിന്തിക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഇങ്ങനെ ആ പ്രമാണം ഇതാണ്: താമ്രം സ്വർണം പിതൃശുഭഫലം ആത്മസൗഖ്യം പ്രതാപം എന്നാ. അപ്പം താമ്രം എന്ന് വെച്ചാൽ ചെമ്പ്, താമ്രം സ്വർണം, ചെമ്പ് സ്വർണം ഈ ലോഹങ്ങൾക്ക് സൂര്യൻ്റെ സ്വാധീനം കൊണ്ട് ഭൂമിയിൽ ഉണ്ടാകപ്പെടുന്നു എന്നാണ് ജ്യോതിഷം ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ പിന്നെ ശരിക്കും പറഞ്ഞാൽ അസ്ഥി, ഹൃദയം ഈ രണ്ടിൻ്റെയും കാരകത്വമുള്ള ഗ്രഹമാണ് സൂര്യൻ എന്ന് പറയപ്പെടുന്നത്. അസ്ഥി, ഹൃദയം എന്നിവയെ കൺട്രോൾ ചെയ്യുന്ന ഗ്രഹമാണ് സൂര്യൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒരു ജാതകം നമ്മൾ പരിശോധിക്കുമ്പം ഇപ്പം ഒരാൾക്ക് സൂര്യൻ്റെ ദശ ഇപ്പം നടക്കുന്നുണ്ട്, സൂര്യന് ബലഹാനിയുണ്ട്, ചില പ്രത്യേക സ്ഥാനങ്ങളിൽ സൂര്യൻ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ തീർച്ചയായിട്ടും പറയും ഈ ആൾക്ക് ഹൃദയ സംബന്ധമായ വൈകല്യമുണ്ട്, ഹൃദയ സംബന്ധമായ രോഗം വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അസ്ഥി സംബന്ധമായിട്ടുള്ള കുഴപ്പങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അസ്ഥിക്ക് ഇപ്പോൾ പ്രായമായവർക്കാണെങ്കിൽ അസ്ഥിക്ക് തേയ്മാനം ഉണ്ടാകും എന്ന് പറയുന്ന പോലെ തന്നെ ചെറുപ്പക്കാർക്ക് ഒരു പക്ഷേ തേയ്മാനം ഉണ്ടാകില്ലായിരിക്കാം, പക്ഷേ അസ്ഥിക്ക്
ഫ്രാക്ചർ ഉണ്ടാകാം, പൊട്ടലുണ്ടാകാം. അപ്പോൾ അസ്ഥിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ആ സമയത്തുണ്ടാകും. ഇത് നമ്മൾ വെറുതെ ഒരു ഊഹം പറയുന്നതല്ലല്ലോ, അത് അവർക്ക് ഉണ്ടാകുന്നു, ഞങ്ങൾക്കത് അങ്ങനെയാണ് എന്നവർ നമ്മളോട് തിരിച്ച് പറയുകയാണ് അതങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ അപ്പം പറഞ്ഞപ്പോഴത്തേക്കും ഇല്ലല്ല അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു വരുന്നവർ പിന്നെ അത് ഉണ്ടെന്ന് സമ്മതിക്കുന്നൊരവസ്ഥാ വിശേഷമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ അടുത്ത കാലത്തായിട്ട് ഒരു ഭാര്യയും ഭർത്താവും കൂടി എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിരുന്നു. വന്നിട്ടിങ്ങനെ അന്നിപ്പോൾ പ്രശ്നം വയ്ക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരുന്നത്. ഇതിപ്പോൾ പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നതാണ്. അപ്പോൾ പ്രശ്നം വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്കിപ്പോൾ ഒരു ഗുരുതരമായ ഒരു അപകടസന്ധി, സന്ദേഹമായിട്ടുള്ള ഒരു അപകടസന്ധി നിങ്ങൾ താണ്ടിയിട്ടാണ് ഇരിക്കുന്നത് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു ഇല്ല അങ്ങനെയൊന്നുമില്ല, ഭാര്യയും ഭർത്താവും കൂടി ഇരിക്കുവാണ്. അപ്പോൾ നമ്മുടെ ഒരു സംഗതി, നമ്മുടെ പ്രശ്നം നോക്കിയിട്ട് അത് നമ്മുടെ കണ്ടുപിടിച്ചിട്ട് അതിപ്പോൾ അവരോട് ചോദിക്കുമ്പോഴത്തേക്കും അവരത് നിഷേധിക്കുന്നു, അതില്ലെന്ന് അവർ പറയുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്ത് സംഭവിക്കും, ഞാൻ ചിന്തിച്ച് വന്നത് തെറ്റിപ്പോയി എന്നൊരു കൺസെപ്റ്റിലെത്തുന്നു. അപ്പോൾ പിന്നെ നമ്മൾ വേറെ വഴിക്ക് ചിന്തിക്കേണ്ടി വരുന്നു. പിന്നെ പിന്നെ ഇയാളെന്തിനാ വന്നത് നമ്മൾ പറയണ്ടേ അല്ലേ? അപ്പം അതല്ലെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ വേറെ കാട് കയറുന്നൊരു സിറ്റുവേഷനിലോട്ട് വരുന്നു. അപ്പോൾ കുറേ പറഞ്ഞ് നമ്മുടെ ഇങ്ങനെ അതും ഇതൊക്കെ പറഞ്ഞ് വന്നപ്പോഴത്തേക്കും അപ്പം അയാളുടെ ഭാര്യ പറയുന്നു, സാർ കുഴപ്പമുണ്ടായിട്ടുണ്ട്, അദ്ദേഹം ട്രാൻസ്പോർട്ട് ഡ്രൈവറായിരുന്നു, ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, ഗുരുതരമായ ആക്സിഡൻ്റ് ഉണ്ടായി, ഇപ്പം തലയുടെ ഈ ഭാഗത്ത് കാര്യമായിട്ടൊരു സ്കള്ളൊരു ഭയങ്കരമായ പൊട്ടലുണ്ടായി, ഇപ്പം ഇങ്ങനെ സ്ഥിരം ഫിറ്റ് വരും. ഇത് അന്വേഷിക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പം ഭയങ്കര മുടി ഇങ്ങോട്ട് മാറ്റി തന്നപ്പോഴത്തേക്ക് ഇതിനകത്തോട്ട് ഇങ്ങനെ ഓവ് ചാലുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഏതാണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു പിടി സാധനങ്ങൾ വെക്കാൻ പറ്റുന്ന തരത്തിൽ ആ സ്കൾ പൊട്ടിപ്പോയിട്ട് അയാൾക്ക് ഇപ്പോൾ ഫിറ്റാണ്ട് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. അപ്പം ഇതുപോലെയൊക്കെയുള്ളതായ പിന്നെ അത് പറയാൻ പറ്റും. അതാണ് തലച്ചോറെന്ന് പറയും, തലയോട്ടി എന്ന് പറയുന്ന അസ്ഥിയല്ലേ അല്ലേ? അപ്പോൾ അതിനുണ്ടായതായ തകരാറാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പം പലപ്പോഴും പലരും ഇത് നമ്മുടെ സമ്മതിക്കത്തില്ല പറഞ്ഞു വരുമ്പോഴത്തേക്കും. കാരണം ഒരു ജ്യോത്സ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ രാവിലെ എണീറ്റ് പരീക്ഷണത്തിന് വേണ്ടി ഇരുന്ന് കൊടുക്കുകയാണ്. നിങ്ങളൊരു ഡോക്ടറെ കാണാൻ പോകുന്നു. അപ്പോൾ നിങ്ങളെന്താ ചെയ്യുക, ആദ്യം ഡോക്ടറെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ രോഗവിവരങ്ങളൊക്കെ അങ്ങോട്ട് പറയുന്നു. നിങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും ഡോക്ടർക്ക് അറിയാം നിങ്ങൾക്ക് എന്ത് മരുന്നാണ് വേണ്ടതെന്ന്. അപ്പോഴത്തേക്കും ഡോക്ടർ എന്തായാലും അത് കുറിക്കാൻ പറ്റും. പക്ഷേ ഡോക്ടർ ഒരു സ്റ്റെത്ത് വെച്ച് നിങ്ങളുടെ നെഞ്ചിലും അവിടെയൊക്കെ വെച്ച് നാക്ക് നീട്ട്, കണ്ണ് തുറക്കട്ടെ, അവിടെ നോക്കട്ടെ, ലൈറ്റൊക്കെ അടിച്ചൊക്കെ നോക്കി ഒന്ന് കുനിയെ നൂല് എന്നൊക്കെ പറയാണ്ട് മരുന്ന് കുറിച്ച് തരുവാണെങ്കിൽ പറയും ഡോക്ടറെ നോക്കില്ല എന്ന് പറയും. പക്ഷേ പറഞ്ഞു തുടങ്ങുമ്പോൾ ഡോക്ടർക്ക് അറിയാം അല്ലേ? അപ്പം നമ്മുടെ രോഗവിവരങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഔഷധം തരുന്നതാണ്. അതുപോലെ നമ്മളൊരു നിയമവിദഗ്ധനെ കാണാൻ പോകുന്നു. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ വിഷയങ്ങളെല്ലാം അങ്ങോട്ട് പറയുന്നു, അവരുടെ സൊല്യൂഷൻ ഇങ്ങോട്ട് പറഞ്ഞിരുന്നു. പക്ഷേ ഒരു ജ്യോത്സ്യനെ കാണാൻ വരുന്ന ആൾ ഒരിക്കലും അവരുടെ വിശദ വിവരങ്ങൾ ഇങ്ങോട്ട് പറയുന്നില്ല, അവർ മിണ്ടാതിരിക്കും. നമ്മൾ ശരി പറഞ്ഞാൽ പോലും അവരുടെ ഭാഗത്ത് പ്രതികരണം നമ്മുടെ ഇങ്ങോട്ട് ഒരു ടി വിയുടെ മുഖത്തോട്ട് നോക്കിയിട്ട് പറയുന്ന പോലെ ആയിരിക്കും. ടി വിക്ക് അതിൽ എഴുതി കാണിക്കുകയും ചെയ്ത് ഒരു പ്രതികരണമില്ലാതെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ശരി പറഞ്ഞോ തെറ്റ് പറഞ്ഞോ അതൊരു പ്രതികരണമില്ല. അല്ല സാർ, ഇപ്പൊ തന്നെ സാറ് പറഞ്ഞു, സാറിൻ്റെ അടുത്തൊരു ഭാര്യയും ഭർത്താവും കൂടി വന്നു. അവര് സാറ് ഗണിച്ചെടുത്ത ശേഷം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വളരെ ഗുരുതരമായ ഒരു അപകടാവസ്ഥ നിങ്ങൾ തരണം ചെയ്തു എന്ന് പറഞ്ഞാൽ അവരെ ഒരു നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കാണ്ട് അവരൊരു മാനസിക കാര്യം എന്താ സാറ് പറഞ്ഞാണല്ലോ. സാറ് സ്വന്തമായ രീതിയിൽ ഇത് ഇങ്ങനെ അപകടം സംഭവിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അവരതിനെ കുറെ നേരത്തേക്ക് സമ്മതിക്കാതിരിക്കാനുള്ള മാനസികാവസ്ഥയെ പറ്റി എന്താ സാർ? അത് ചിലരങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ഓരോ മനുഷ്യൻ്റെയും രീതിയിലാണ്. അവരെന്താ വെച്ചാൽ നമ്മുടെ അങ്ങോട്ട് സത്യം പറയട്ടെ, നമ്മുടെ പരീക്ഷിക്കാതിരിക്കുന്നതാണ്. അയാൾ പറയട്ടെ, കുറച്ചും കൂടെ ഇനിയും പറയട്ടെ, അതിന് വേണ്ടിയിട്ടാണ് മിണ്ടാതിരിക്കുന്നത്. ആക്ച്വലി നമ്മുടെ ജ്യോതിഷം നമ്മുടെ ഇപ്പം നമ്മുടെ ഒരു കൺസൾട്ടൻസി എന്ന് പറയുന്നൊരവസ്ഥ നമ്മൾ ആ രീതിക്ക് കാണുക എന്നുള്ളതാണ്. ഇപ്പം വിദേശത്തൊക്കെ തന്നെ ഇപ്പം മെഡിക്കൽ അസ്ട്രോളജേഴ്സ് ഉണ്ട്, അവർ കൺസൾട്ടൻ്റാണ്. അപ്പോൾ അവരോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നു, അപ്പോൾ നമ്മൾ അതിന് വേണ്ടുന്നൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പം മാറിയിട്ടുണ്ട്, പഴയ ആൾക്കാരെ പോലെയല്ലേ. ഇപ്പം നമുക്ക് ഉദാഹരണമായിട്ട് ഒരാൾ വന്നിട്ട് ഇപ്പം എനിക്കിപ്പം വാഹനം വാങ്ങാൻ പറ്റിയ സമയമാണോ നോക്കണമല്ലോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ വിഷയത്തിലോട്ട് പോയാൽ മതിയല്ലോ. വെറുതെ ആവശ്യമില്ല കാട് കയറേണ്ട കാര്യമില്ല. അപ്പോൾ ജാതകം എടുത്തിട്ട് ഇപ്പോൾ ഇയാൾക്ക് എന്തോ ദിശയാണ്, ഈ ദിശയിൽ ഇപ്പോൾ ഏത് അപഹാരകാലം നമ്മൾ ഗണിച്ച് കണ്ടുപിടിച്ചിട്ട് ഇത് എത്ര മുതൽ എത്ര വരെയുണ്ട്, ഇപ്പോൾ വാഹനം വാങ്ങാൻ പറ്റുന്ന സമയമാണോ, അല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നിങ്ങൾക്ക് വാഹനം വാങ്ങാൻ പറ്റുന്ന സമയം വരുന്നത് കൃത്യമായി നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. കാരണം ജ്യോതിഷം എന്ന് പറയുന്നത് എന്താണ്, പ്ലാനിങ്ങിന് വേണ്ടിയില്ലേ. ഫലാനി ഗ്രഹചാരണ സൂചയന്തി മനുഷ്യനാണ്. നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ളത് ഒരു ഇൻഡിക്കേഷനാണ് ജ്യോതിഷത്തിലൂടെ. അപ്പോൾ സൂര്യൻ ജീവജാലങ്ങളുടെ വൈറ്റാലിറ്റി പവർ, എനർജി, ഫ്ലോ ഓഫ് പ്രാണ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നൊരു ഗ്രഹമാണ് സൂര്യൻ. അക്കാര്യത്തിൽ സംശയമില്ല. സൂര്യൻ ഒരു ദിവസം ഉദിച്ചില്ലെങ്കിൽ അതൊക്കെ സംഭവിക്കുന്നത് നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെ ചന്ദ്രനെ ജലമയ കാരകൻ എന്നാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ ഫ്ലൂയിഡ് ലെവലിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഗ്രഹമാണ് ചന്ദ്രൻ.
അപ്പം ചന്ദ്രന് ഇപ്പം ജലമയകാരകനാണെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം ആധുനിക ശാസ്ത്രം കണ്ടെത്തി കഴിഞ്ഞിരിക്കുക അവരിപ്പോൾ അന്വേഷണത്തിലാണ് ചന്ദ്രനിൽ ജലമുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് പറയുന്നത് മനസ്സും ബുദ്ധിയും ദേഹം രക്തം സുഖമമ്മയും കൃഷിയും വെള്ളവും നെല്ലും. എത്രയോ കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചതാണ്. മനസ്സ്, ബുദ്ധി, ദേഹം, രക്തം, സുഖം, ആഹാരം, ഉറക്കം, വെള്ളം, ഇതിൻ്റെയൊക്കെ കാരകത്വമുള്ള ഗ്രഹമാണ് ചന്ദ്രൻ എന്ന് ജ്യോതിഷം പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം നമ്മുടെ ശരീരത്തിലെ ട്യൂബ് സിസ്റ്റങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഗ്രഹമാണ്. ട്യൂബ് സിസ്റ്റങ്ങളിലൂടെ ഒഴുകുന്ന രക്തം, അതിനകത്തൂടെ സഞ്ചരിക്കുന്ന ഹോർമോൺസുകൾ. നമ്മുടെ ശരീരത്തിലെ മറ്റൊരു പ്രധാന ട്യൂബ് സിസ്റ്റം എന്ന് പറയുന്നത് എന്തുവാണ്? കുടൽ അല്ലേ? അപ്പോൾ കുടൽ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് തന്നെ പ്രത്യേകിച്ച് പ്രമാണമുണ്ട്. അസ്ഥി രക്തഞ്ച മജ്ജ ത്വക്ക് വാസ ശുക്ലഞ്ച വസ്നസ എന്നാണ്. ഓരോ ഗ്രഹങ്ങളും എന്തിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നു? അസ്ഥി സൂര്യൻ, രക്തം ചന്ദ്രൻ, മജ്ജ അറിയാമല്ലോ, ബോൺ മാരോ, നമ്മുടെ മജ്ജ, ത്വക്ക് തൊലി, ത്വക്ക് വാസ കൊഴുപ്പ്, ശുക്ലഞ്ച ശുക്ലബീജം, ശുക്ലഞ്ച വസ്നസ നമ്മുടെ നെർവസ് സിസ്റ്റം, ഞരമ്പുകൾ. ഇങ്ങനെ ഓരോന്നിനെയും ഓരോ ഗ്രഹങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്കിത് വെച്ച് തന്നെ ഇതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ വരുന്ന ഒരാൾക്ക് എന്ത് രോഗം, ഇപ്പോൾ ഒരാൾക്കിപ്പം അൾസറുണ്ട്, തീർച്ചയായിട്ടും നമുക്കത് പറയാൻ പറ്റും. നിങ്ങൾക്ക് അൾസറുണ്ട്, ഈ സമയത്ത് അൾസറിൻ്റെ പ്രോബ്ലം ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈൽസ് ഉണ്ടാകും. അത് അൾസറാണോ പൈൽസാണോ എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. അൾസറാണെങ്കിൽ എവിടെയാണ് വരുന്നത്, പൈൽസാണ് എവിടെയാണ് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു സാമാന്യ ബോധം വേണം. അപ്പം ആ ശാസ്ത്രവശാൽ ആ ഇന്ന ഗ്രഹം വരുന്ന സമയത്ത് അങ്ങനെ വരും. ഉദാഹരണമായിട്ട് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അസ്ഥി രക്തഞ്ച മജ്ജ ത്വക്ക് തൊലിയുടെ ഗ്രഹമാണെന്ന് പറയുന്നത്. ഇപ്പം ചില പ്രത്യേക സ്ഥാനത്ത് ബുധൻ ചില പ്രത്യേക രീതിയിൽ നിൽക്കുകയും അതിൻ്റെ ദശ വരികയും ചെയ്യുന്ന സമയത്ത് ആളുകൾക്ക് വെള്ളപ്പാണ്ടുണ്ടാകാറുണ്ട്. അതുവരെ ഉണ്ടാകാതിരുന്ന രോഗം പെട്ടെന്ന് അങ്ങ് വരുന്നു. ബുധദശ എന്ന് പറഞ്ഞാൽ 17 വർഷം ഉള്ള നീണ്ട ദശയാണ്. ഈ 17 വർഷം ഇവർ ചികിത്സിച്ചാൽ ഇത് പോകാണ്ടിരിക്കും. അപ്പോൾ അതിനുവേണ്ടി അവർ ഒരുപാട് ചികിത്സകളൊക്കെ ചെയ്തു. പക്ഷേ ഇത് മാറുന്നില്ല, ഇത് കുറെ കൂടെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയുന്ന അവസ്ഥ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കത് പറയാൻ പറ്റും. ഇത് പിന്നെ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നമ്മൾ പറയാം, അത് നിങ്ങൾ ചെയ്യൂ, ചികിത്സയൊക്കെ ചെയ്യൂ, ഇങ്ങനെയൊക്കെ ചെയ്യൂ, ചിലപ്പോൾ മാറിയെന്ന് വരും. പിന്നെ ചില പൊതുവിൽ ജ്യോതിഷം പറയുന്നു, ജന്മാന്തര കൃതം പാപം വ്യാധി രൂപേണ ജായത്തെ എന്നാണ്. ചില രോഗങ്ങളൊക്കെ നമുക്ക് ഉണ്ടായാൽ എന്ത് ചെയ്താലും മാറുന്നതല്ല. അത് നമ്മുടെ പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ പാപഫലങ്ങൾ വ്യാധി രൂപേണ ജായത, രോഗങ്ങളായിട്ട് ഇങ്ങനെ അത് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ നമുക്കിപ്പോൾ ക്യാൻസറൊക്കെ ഉണ്ടാകുന്നില്ലേ, എൻ്റെ അനുഭവത്തിൽപ്പെട്ട ഒത്തിരി കാര്യം, വളരെ ഒരു യങ് സ്റ്റേജിലൊക്കെ വളരെ കൂടുതൽ സ്ട്രെസ്സും ടെൻഷനും അനുഭവിച്ചിട്ടുള്ളതായ ആളുകൾക്ക് 100% ഉറപ്പായിട്ടും ക്യാൻസർ വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളതാണ്. കാരണം നമ്മുടെ എന്തുവാണ് നമ്മുടെ ഒരു മാനസികമായി നമുക്കുണ്ടാകുന്ന പിരിമുറുക്കം മൂലം നമ്മുടെ ശരീരത്തിന് അതൊക്കെ ഉണ്ടാകപ്പെടുന്ന ടോക്സിൻ ഇല്ലേ അല്ലേ, അതൊക്കെ ശരീരത്തിൻ്റെ സെല്ലുകളിലൊക്കെ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ക്രമേണ ഉണ്ടാകുന്ന മാൽ ഫങ്ഷനാണ് പിന്നെ ക്യാൻസറായിട്ട് മാറി വരുന്നത് അല്ലേ, അങ്ങനെയൊക്കെ വരുന്നു. അപ്പോൾ അത് നമുക്ക് ഇന്ന ദശാകാലത്ത് ഇന്ന പ്രായത്തിൽ വരുമ്പോൾ ഇന്ന രോഗം ഉണ്ടാകുമെന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റും. അത് ശാസ്ത്രമാണ്, നമ്മൾ വെറുതെ പറയുന്നതല്ല. അവർക്കത് ഉണ്ടെന്ന് അവർ പറയുകയില്ല, നമ്മൾ പറയുമ്പം അതാണ് ഒരു കാര്യം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗ്രഹങ്ങളുടെ സ്വാധീനം പിന്നെ സർവ്വചരാചരങ്ങളിലും ഉണ്ട് എന്നുള്ളതിന് ഇതിൽ പരം വേറെ പിന്നെ ഉദാഹരണങ്ങളൊന്നും വേണ്ട. കാരണം ജ്യോതിഷം കൈകാര്യം ചെയ്ത് നമുക്ക് പൂർണ്ണമായും വിശ്വാസമുള്ളത് ശാസ്ത്രമാണ്. നമ്മൾ ഓരോ പ്രാവശ്യവും ഓരോ അനുഭവങ്ങളുടെയും ഓരോ വ്യക്തികളുടെയും ഈ ശാസ്ത്രം ശരിയാണ് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്നെ സാർ, ഇപ്പം ഈ ഗ്രഹങ്ങളുടെ സ്വാധീനത്തിനെ പറ്റി ശാരീരികമായി ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെ പറ്റി വളരെ വിശദീകരിച്ച് തന്നെ പറഞ്ഞു. ഇത് സംബന്ധമായി തന്നെ ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം കാരണം പലർക്കും ചിത്തഭ്രമം വരെ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ഈ നാവിന്റെ അറ്റത്ത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ ഗ്രഹത്തിന്റെ ദോഷം കൊണ്ട് സ്വന്തം ബ്രെയിനിനെ പോലും നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് മാറുന്ന ഒരു സാഹചര്യത്തിനെ പറ്റിയും കേട്ടിട്ടുണ്ട്. അപ്പം അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കും? അത് തീർച്ചയായിട്ടും അതങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമത് നമ്മളിപ്പം ചിലർ പറയാറില്ലേ, അവൻ്റെ വാക്കിൽ ഗുളിക നിന്നപ്പോഴാണ് പറയുന്നത്, നാക്കിൽ ഗുളിക നിന്നപ്പോഴാണ് പറയുന്നത് അല്ലേ. അപ്പം ഒരു ജാതകത്തിൻ്റെ രണ്ടാം ഭാവമാണ് ഭർത്തവ്യം അഖിലം വിത്തം വാണി, വാക്കിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ 2ാം ഭാവമാണ്. അവിടെ ഗുളിക നിൽക്കുവാണെങ്കിൽ ചാടുവാക്യം കലഹായമാനോ എന്നാണ്. അപ്പം ആ വ്യക്തിക്ക് ചാടുവാക്യം നേരെ സംസാരിക്കാൻ പറ്റത്തില്ല, പറയുന്നതിനൊക്കെ വേറൊരു അർത്ഥം ഉണ്ടാകും, അല്ലെങ്കിൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടും. ചിലർ വെറുതെ ചുമ്മാ നമുക്കൊരു അഡ്വൈസ് തന്നാൽ നമുക്ക് ഇവനെന്തോ വെച്ചിട്ടാണല്ലോ പറഞ്ഞത് എന്തോന്നൊരവസ്ഥ ഉണ്ടാകാറില്ലേ അല്ലേ. അപ്പോൾ അവർക്കത് അങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ, അവർക്കത് അങ്ങനെ വരുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ ചിത്തഭ്രമം എന്ന് പറയുന്നത് ചന്ദ്രനാണ്. മനസ്സും ബുദ്ധിയും ദേഹം രക്തം, മനസ്സിൻ്റെ കാരകൻ എന്ന് പറയുന്നത് ചന്ദ്രനാണ്. അപ്പം ചന്ദ്രൻ പിന്നെ ശരിക്കും ജ്യോതിഷത്തിൽ ഈ 12 രാശികൾ
9 ഗ്രഹങ്ങൾ, അതുമായിട്ട് ചേർത്ത് ഒത്തിരി ഒത്തിരി കോമ്പിനേഷൻസ്. അതങ്ങനെ എത്ര ജനങ്ങൾ, പ്രതിജന ഭിന്ന വിചിത്രം എന്ന് പറയുന്നത് എത്ര കോടി ജനങ്ങളുണ്ട്, അത്ര വ്യത്യസ്തമാണ്. ഇപ്പം ട്വിൻസ് തന്നെ ഇരിക്കുന്നില്ലേ, 2 പേര് വരുന്നു, കാണുമ്പോൾ ഗ്രഹത്തിലേക്ക് ഒരുപോലെ തന്നെ ഇരിക്കും, പക്ഷേ 2 അനുഭവങ്ങളാണ്. ഇത് പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ ചോദിച്ചപ്പോൾ ഒരു സംഭവം, നമ്മുടെ അവിടെ സ്ഥിരം വരുന്ന 2 സ്ത്രീകൾ, എനിക്ക് തന്നെ ആക്ച്വലി അവർ 2 തിരിച്ചറിയാൻ പറ്റും, അത്ര ഐഡിയലാണ്. സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരാളിൻ്റെ ഭാഷയിൽ ഒരു അല്പ സ്ലാങ് ഉണ്ട്, അതുകൊണ്ട് മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. 2 ഒരുമിച്ച് എപ്പോഴും വരുള്ളൂ. അപ്പം അവരെ എൻ്റെ അടുത്ത് 2 കൂടെ വന്നിരുന്നിട്ട് ഇങ്ങനെ ജാതകം നോക്കിയിട്ട് പറഞ്ഞു, അച്ഛനെ ഞാനും വീളും ഒരമ്മയുടെ വയറ്റിൽ നിന്ന് ഒരു സമയം ജനിച്ചവരാണ്. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 17 വർഷം കഴിഞ്ഞു, അവൾക്കിപ്പോൾ ഭർത്താവുണ്ട്. അതെങ്ങനെ? നമ്മുടെ ജാതകം നോക്കുമ്പോൾ 2 ജാതകങ്ങളും ഒരുപോലെ തന്നെയാണ്. പക്ഷേ ഒരാൾ വളരെ ചെറുപ്പത്തിലെ വിധവയായി, ഒരാൾ ഇപ്പോഴും ഭർത്താവുണ്ട് എന്ന് പറയുന്നൊരവസ്ഥ. കാണാനും ഒരുപോലെ തന്നെയാണ്, എപ്പോഴും ഒരുമിച്ച് നടക്കുള്ളൂ. നമുക്ക് തോന്നും ഇത് എന്തുവാണ്, നമുക്ക് സായമേസ് ഇരട്ടകളാണ്, ഒട്ടിയിരിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, ആ രീതിക്കാണ്. അപ്പം നമ്മൾ അത്തരം അവസ്ഥകളിലൊക്കെയാണ് നമ്മൾ ശരിക്കും ഇതിനെ കീറി മുറിച്ച് ചിന്തിക്കേണ്ടുന്നൊരു സിറ്റുവേഷൻ വരുന്നത്. കാരണം ഒരു ലഗ്നം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു 30 ഡിഗ്രിയാണ് ഒരു ലഗ്നം എന്ന് പറയുന്നത്. ഈ 30 ഡിഗ്രിയുടെ ഏത് ഭാഗത്താണ്, ഇതിൻ്റെ ഒത്തിരി ഫ്രാക്ഷൻസ് പിന്നെ ഉണ്ട് ഇതിനകത്ത്, ഒരുപാട് നവാംശകം തുടങ്ങി അങ്ങോട്ട് ഒത്തിരി 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 കാര്യങ്ങൾ അങ്ങോട്ടുണ്ട്. അങ്ങനെ നമ്മൾ അതിനെ അനലൈസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും അത് കണ്ടുപിടിക്കാൻ പറ്റും. സാധാരണഗതിയിൽ വെറുതെ ജസ്റ്റ് ജോത്സ്യനെ കാണാൻ വേണ്ടി വന്ന സമയം നോക്കാൻ വേണ്ടി വന്ന് അപ്പോൾ നമ്മൾ അപ്പം എന്താണോ അവരുടെ ആവശ്യം നമ്മൾ അത് പറയും. കുറേ കൂടെ അനലൈസ് ചെയ്യേണ്ട വിഷയം വരുമ്പോഴേ നമ്മൾ അതിനകത്തോട്ട് പോകത്തുള്ളൂ, അല്ലേ? നിങ്ങൾ വെറുതെ ഇങ്ങോട്ട് വന്നിട്ട് പനി എന്ന് പറഞ്ഞാൽ ഡോക്ടർ പോയി സ്കാൻ ചെയ്തിട്ട് അത് പറയുമോ? അപ്പോൾ നമ്മൾ കുറേ കൂടെ കൂടുതൽ ലക്ഷണങ്ങൾ പറയുമ്പോഴത്തെ എന്നാൽ പിന്നെ സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ലേ എന്ന് പറയുന്ന പോലെയാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്.